ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് കേരള ഡേയ്സ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് തരിക. സംസ്ഥാനത്ത് ജൂൺ 28 മുതൽ ആരംഭിച്ച ഒരു മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം ഇപ്പോൾ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. വീടുകളിലേക്ക് പെൻഷൻ ലഭിക്കുന്ന കുറച്ചു പേർക്ക് കൂടിയാണ് തുക ലഭിക്കുവാനുള്ളത്. ആകെ 60 ലക്ഷത്തോളം പേർക്കാണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത്. ഇതിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നവർക്ക് വിതരണത്തിന്റെ ആദ്യ ദിനത്തിൽ തന്നെ പെൻഷൻ തുക ലഭിച്ചിരുന്നു. എന്നാൽ 60 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻകാരിൽ 6.88 ലക്ഷം പേർക്ക് അവർക്ക് ലഭിക്കുന്ന പെൻഷൻ തുകയിൽ ചെറിയ തോതിൽ കേന്ദ്രവിഹിതം കൂടി ഉൾപ്പെടുന്നുണ്ട്. ക്ഷേമ പെൻഷനിലെ കേന്ദ്രവിഹിതം സംസ്ഥാനം നൽകിയിട്ടും പെൻഷൻകാർക്ക് തുക കൃത്യമായി കേന്ദ്രം വിതരണം ചെയ്യുന്നില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ധനമന്ത്രി KN ബാലഗോപാൽ. വാർദ്ധക്യകാല പെൻഷൻ, വിധവ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ എന്നിവ ലഭിക്കുന്നവരിൽ ഒരു ചെറിയ വിഭാഗമായ 6.88 ലക്ഷം പേർക്കാണ് 200 രൂപ, 300 രൂപ, 500 രൂപ എന്നിങ്ങനെയുള്ള കേന്ദ്ര വിഹിതവും ഉള്ളത്. എന്നാൽ ഇത് കേന്ദ്ര സർക്കാർ മുടക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്രവിഹിതവും സംസ്ഥാന സർക്കാർ മുൻകൂറായി നൽകി വരുന്നത്. എന്നാൽ സാങ്കേതിക തകരാറിന്റെ പേര് പറഞ്ഞ് സംസ്ഥാനം നൽകിയ തുകയും കേന്ദ്രം കൃത്യമായി വിതരണം ചെയ്യാതെ പെൻഷൻകാരെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്നും മന്ത്രി KN ബാലഗോപാൽ ചൂണ്ടിക്കാട്ടി. ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തപ്പോൾ സംസ്ഥാന വിഹിതം മാത്രമുള്ളവർക്കെല്ലാം 1600 രൂപ വീതം ലഭിച്ചപ്പോൾ കേന്ദ്രവിഹിതമുള്ളവർക്ക് 1400, 1300, 1100 എന്നിങ്ങനെയുള്ള തുകയാണ് അക്കൗണ്ടുകളിലേക്ക് എത്തിയത്. കേന്ദ്രവിഹിതം വിതരണം ചെയ്യേണ്ടത് പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം അഥവാ PFMS എന്ന കേന്ദ്ര സർക്കാർ സംവിധാനമാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കുമ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ വിഹിതവും PFMSന്റെ കേരളത്തിലെ യൂണിറ്റ് അധികൃതർക്ക് കൈമാറുന്നുണ്ട്. എന്നാൽ ഗുണഭോക്താക്കളിൽ വലിയ വിഭാഗത്തിനും ഈ തുക ലഭിക്കുന്നില്ലെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാർ വിഹിതമായ 1100 രൂപ മുതൽ 1400 രൂപ വരെയാണ് ഇവരുടെ അക്കൗണ്ടുകളിൽ എത്തുന്നത്. കേരളം തുക കൈമാറി ആഴ്ചകൾ കഴിഞ്ഞാലും പെൻഷൻകാർക്ക് അതെത്തിക്കുവാൻ PFMS സംവിധാനത്തിന് കഴിയുന്നില്ല. കഴിഞ്ഞ വർഷം ഏപ്രിൽ 1 മുതലാണ് ക്ഷേമ പെൻഷനിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരിന്റെ PFMS എന്ന നെറ്റ്വർക്ക് വഴി ആക്കണമെന്ന നിർദ്ദേശം വന്നത്. ഇല്ലെങ്കിൽ കേന്ദ്രവിഹിതം ലഭിക്കില്ലെന്ന അറിയിപ്പ് കിട്ടിയതിനെ തുടർന്നാണ് PFMSലൂടെ കേന്ദ്രത്തിന്റെ പണം പ്രത്യേകമായി നൽകുവാൻ തുടങ്ങിയത്. ഇതനുസരിച്ച് കേന്ദ്രവിഹിതം എല്ലാ മാസവും ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ എത്തിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നത് എന്നാൽ ഇത് നടക്കുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് പെൻഷൻകാരുടെ പ്രയാസങ്ങൾ കുറയ്ക്കുവാനായി ഈ തുകയും സംസ്ഥാന സർക്കാർ മുൻകൂറായി നൽകുവാൻ തീരുമാനിച്ചത്. പെൻഷനിൽ 200 രൂപ മുതൽ 500 രൂപ വരെ കുറയുന്നത് മൂലമുള്ള പ്രയാസങ്ങൾ ഒഴിവാക്കാനാണ് സംസ്ഥാനം മുൻകൂറായി പണം നൽകുന്നതും തുടർന്ന് റീഇംബേഴ്സ്മെന്റിനായി കേന്ദ്രത്തെ സമീപിക്കുന്നതും. ഇത്തരത്തിൽ 2021 ജനുവരി മുതൽ സംസ്ഥാനം നൽകിയ കേന്ദ്രവിഹിതം കുടിശ്ശിക ആയിരുന്നു. ഇത് നൽകണമെന്ന് സംസ്ഥാനം നിരവധി തവണ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് 2023 ജൂൺ വരെയുള്ള കേന്ദ്ര പെൻഷൻ വിഹിതമായ 602 കോടി രൂപ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ സംസ്ഥാനത്തിന് ലഭിച്ചു. ഇതിനുശേഷമുള്ള മാസങ്ങളിലെ തുക ലഭിച്ചിട്ടില്ലെന്ന് മന്ത്രി മാധ്യമങ്ങളോട് വിശദീകരിച്ചു. ഇപ്പോൾ ഈ ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണത്തിലും കേന്ദ്രവിഹിതം സംസ്ഥാനം നൽകി കഴിഞ്ഞിട്ടുണ്ട്. PFMSലെ തടസ്സങ്ങൾ നീങ്ങിയാൽ 200 മുതൽ 500 രൂപ വരെയുള്ള കേന്ദ്രവിഹിത തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ്. രണ്ടാമത്തെ അറിയിപ്പ്, ജൂൺ മാസത്തെ പെൻഷൻ വിതരണം അവസാനിക്കുന്നതോടെ ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണ നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുകയാണ്. ജൂലൈ മാസത്തിലും പെൻഷൻ വിതരണം ഉണ്ടാകും എന്ന് സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. ജൂലൈ മാസത്തെ പെൻഷൻ 2 മാസത്തെ ഗഡുത്തുക ആകുവാനുള്ള സാധ്യതയുണ്ട്. 5 മാസത്തെ കുടിശ്ശിക തുക തുല്യ ഗഡുക്കളായി ഉടനെ തന്നെ വിതരണം ചെയ്തു തീർക്കും എന്നും സർക്കാർ നേരത്തെ അറിയിച്ചിട്ടുണ്ടെങ്കിലും ജൂണിൽ 1 മാസത്തെ പെൻഷനാണ് നൽകിയത്. അതിനാൽ ഈ മാസം 2 മാസത്തെ തുകയായ 3200 രൂപയുടെ വിതരണത്തിന് കൂടുതൽ സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ പെൻഷനുമായി ബന്ധപ്പെട്ട് വരുന്ന അറിയിപ്പുകൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് കേരള ഡേയ്സ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കേരള ഡേയ്സ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.